പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രക്കർ ഇന്റീരിയേഴ്സ്. ചില സ്ഥലത്ത് നമ്മളൊന്നും ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു വീട്, അത് സീരിയസ്ലി കാരണം എല്ലാം കൂടെ വന്നപ്പോഴേ അങ്ങനെ ഒരു വീട് കിട്ടി. അങ്ങനെ പക്ഷെ നമുക്ക് ഹൗസ് വാമിങ്ങിന് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വന്നല്ലോ, അഡ്വക്കേറ്റ്സ്മാര്, അവരെല്ലാരും നന്നായിട്ട് ആര് ചെയ്തു അങ്ങനെയാണ് മനസ്സിലായിട്ട് അവര്. അല്ല, നമ്മളിത് ഈ സിമെന്റ് ആണെന്ന് പറയുമ്പോൾ ആൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഫെറോ സിമെന്റ് ആണ് ഇത്, ഇതിന്റെ ഇതെല്ലാം അത് സ്ട്രക്ചർ അതാണ് എന്ന് പറയുമ്പോ എല്ലാരും ഷെൽഫൊക്കെ തുറന്നു. അല്ല, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേര് എന്നെ പിന്തിരിപ്പിച്ചു. ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾ ഏകദേശം മുഴുവൻ വീഡിയോ കണ്ടു കാണുക, എവിടെ തന്നെ എന്നെ വഴക്ക് പറയും. ഇത് തന്നെ മെനക്കെട്ട ജോലി തന്നെ. നമ്മൾ ഒരു കാര്യം നമ്മൾ അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹവും പറഞ്ഞ് ഇത് ഇതിലൊക്കെ എങ്ങനെയാണ് ഈ സിമെന്റിലൊക്കെ ഫിറ്റ് ചെയ്താൽ ഞങ്ങൾ 4ാമത്തെ വീടാണല്ലോ ഇവിടെ വന്നേക്കുന്നത്. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. സുരേഷ് സാറിൻ്റെ വീട്ടിലാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഓൺറൂഡിയായ സുരേഷ് സാർ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, ഞങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ ഈ യൂട്യൂബൊക്കെ കണ്ട് അതിൽ ഞങ്ങൾ പുതുപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഇവിടെ വരെ ഒരു 240-250 കിലോമീറ്ററോളം ഉണ്ട്. അതെ. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് സർവീസ് തരും? എന്തായിരുന്നു ആദ്യത്തെ ഒരു ഫീല്? വളരെ നല്ലതായിരുന്നു, വളരെ നല്ല സർവീസാണ്. നമ്മൾ പ്രോംപ്റ്റായിട്ട് ചെയ്തു. എനിക്ക് എൻ്റെ പാല് കാഴ്ച ഇത്ര ദിവസമാണെന്ന് പറഞ്ഞു ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തന്നു. ഇവിടെ പണിക്കാർ വന്നവർ, ആദ്യത്തെ പണിക്ക് ഫെറോ സിമെൻറ്റിൻ്റെ വർക്കിന് വന്നവരും രണ്ടാമത് വന്നവരും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ല ആൾക്കാർ, നല്ല രീതിയിലാണ്. അതെ, തീർച്ചയായും. ഈ ഫെറോ സിമെന്റ് വർക്ക് എത്ര ദിവസം കൊണ്ടാണ് തീർന്നത്? അത് ഒരു 4 ദിവസമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു 5 ദിവസം എടുത്തെന്ന് തോന്നുന്നു. 5 ദിവസം. ഇല്ല, എടുത്തില്ല. ഹൗസ് വാമിങ്ങിന് വന്നവരൊക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞ സാർ? വളരെ നല്ല അഭിപ്രായം. എല്ലാവരും വളരെ ഇമ്പ്രസ് ആയി, നന്നായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും അഭിപ്രായം. സാർ എത്ര ശതമാനം സാറ്റിസ്ഫൈഡ് ആണ്? എനിക്ക് ഫുള്ളായിട്ടും 100%. മേഡം, എങ്ങനെയുണ്ട് നമ്മുടെ വർക്കൊക്കെ തീർന്നിട്ട്? എന്താണോ എക്സെപ്റ്റ് ചെയ്തത് അത് കംപ്ലീറ്റ് ആയി കിട്ടിയെന്ന് തന്നെയാണ് അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. വർക്കിലൊക്കെ കിച്ചൺ വർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കിച്ചന്റെ സ്പെക്കൊക്കെ കറക്റ്റ് ആയിട്ട് മേഡം ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അതാ പറഞ്ഞു, എന്താണോ പ്രതീക്ഷിച്ചത് അത് കിട്ടിയിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല കളർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും വർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വീട്ടിൽ നമ്മൾ ഫെറോ സിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണിതതിന് ശേഷം ബെഡ്റൂം, വാർഡ്രോബ്, വാഷ് യൂണിറ്റ്, കൂടാതെ ക്രോക്കറി യൂണിറ്റ്, കിച്ചൺ ഇവയൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പ്രീ ലാമിനേറ്റഡ് MDF-ഉം 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഡോറുകളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റ്, ഒരു ആർക്കി ഡ്രൈവ് പാർട്ടീഷൻ ഇവയൊക്കെയാണ് ഈ വീട്ടിൽ ചെയ്തെടുത്തിരിക്കുന്നത്. C ഷേപ്പിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയ ഒരു കിച്ചണാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഫെറോ സിമെൻ്റ് ആണ് സ്ട്രക്ചർ. ഗ്രേ ആണ് കളർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ നമ്മളൊരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഡിപ് ട്രേ കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻ്റ് ആണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 1.25 ഇഞ്ച് സൈക്കിൾ സ്ക്രൂ ഡയറക്റ്റ് ഹിഞ്ചസേലേക്ക് കൊടുത്താണ് ഇവിടെ ഡോറെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ GTPT എല്ലാം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ച് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പീസുകളൊന്നും വയ്ക്കാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പല ആൾക്കാരും ഫെറോ സിമെൻറ്റ് ചെയ്തതിന് ശേഷം ഡോർ ചെയ്യാൻ നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ആക്സറീസ് ഒന്നും അതിനകത്ത് സ്യൂട്ട് ആവത്തില്ല. പിന്നെ ഞങ്ങൾ പല പീസ് കഷ്ണങ്ങളെല്ലാം അതിനകത്ത് വെച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ സിങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ക്ലോസ് കൊണ്ടുവന്നേ. കണ്ടോ, നമ്മളിതിൻ്റെ കറക്റ്റ് ഫിറ്റിങ്സിലാണ് ഇതിൻ്റെ ഈ ആക്സറീസ് എല്ലാം വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ഈ ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആക്സറീസിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ
ഇതിൻ്റെ വെർട്ടിക്കൽ ഡിവിഷൻസ് തിരിക്കുക എന്നുള്ളത്. ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ 3 ബർണറിൻ്റെ ഒരു ഹോബാണ്. അതിൻ്റെ നേരെ താഴെ നമ്മൾ 3 ആക്സറീസ് വെച്ചിട്ടുണ്ട്. ഒരു കട്ട്ലറി, ഇതൊന്ന് ക്ലോസ് കാണിച്ചതുണ്ടോ. ഇവിടെയും നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പീസൊന്നും വയ്ക്കാതെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഒരു കപ്പ് ആൻഡ് സോസർ സോഫ്റ്റ് ക്ലോസ് ആണ്. 3 ലെയറിൻ്റെ ഒരു ബോട്ടിൽ പുള്ളൗട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതും സോഫ്റ്റ് ക്ലോസ് ആണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫെറോ സിമെൻറ്റിൽ ഷട്ടർ ഡോർ ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. ഇവിടെ നമ്മൾ ഷട്ടർ ഡോർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ മിക്സി എല്ലാം വെച്ചിരിക്കുന്നത്. നമുക്ക് മിക്സി പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അതിന് ശേഷം ഉപയോഗം കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഷട്ടർ ക്ലോസ് ചെയ്ത് കൺസീൽഡ് ആക്കാം. കൂടാതെ ഈ സൈഡിലും ബോട്ടം ക്യാബിനും അപ്പർ ക്യാബിനും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഹോറിസോണ്ടൽ പീസ്, ലാസ്റ്റ് വരുന്ന ഹോറിസോണ്ടൽ പീസ് കൺസീൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡോർ ചെയ്ത് സെയിം മെറ്റീരിയൽ വെച്ച് പാനൽ ചെയ്തിരിക്കുകയാണ്. അത് ബോട്ടം പീസിലേക്ക് വരുമ്പോഴും ആ സെയിം പീസ് വെച്ച് പാനൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്തുനിന്നുള്ള ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഇത് ഫെറോ സിമെൻ്റ് ആണെന്ന് ഒരു രീതിയിലും ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. രണ്ട് ഡോറുള്ള സ്ലൈഡിംഗ് ഡോർ വാർഡ്രോബാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോ സിമെൻ്റ് ആണ് സ്ട്രക്ചർ. ഒരു കൺസീൽഡ് ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ള മറ്റൊരു ബെഡ്റൂമാണിത്. ഇവിടെ നമ്മൾ ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതതിന് ശേഷം പ്രീലാമിനേറ്റഡ് MDF വെച്ചാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ്. ഈ സൈഡ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഈ സൈഡ് നമ്മൾ പ്രീലാമിനേറ്റഡ് MDF വെച്ച് തന്നെ പാനൽ ചെയ്തിരിക്കുകയാണ്. ഇതുകൂടാതെ ഒരു ടേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വുഡ് ഫിനിഷ് വെച്ച് പാനൽ ചെയ്തിരിക്കുന്നു. ഒരു അപ്പർ ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്.